ഹായ് ഫ്രണ്ട്സ്, +2 കൊമേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഇനി ഏതൊക്കെ കോഴ്സ് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ ഏത് കോഴ്സും ആവട്ടെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ +2 കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ നമുക്ക് ഹൈ സാലറി കിട്ടുന്ന കോഴ്സുകളായിരിക്കും കൂടുതൽ നോക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ? അപ്പം സാലറി ബേസിൽ ഒരു കോഴ്സ് നോക്കണം അല്ലെങ്കിൽ നോക്കണ്ട എന്നല്ല, ബട്ട് നമ്മൾ സാലറി ബേസിൽ മാത്രം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നമ്മൾ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ബെറ്റർ കരിയർ ഓപ്ഷൻ നമുക്ക് നേരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇന്ത്യന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലും അല്ലെങ്കിൽ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ആയിരിക്കുമല്ലേ. അപ്പൊ അവര് ഈ ഒരു കോഴ്സിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് തിരിഞ്ഞു പോവാനും അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സിന്റെ കമ്പൽ അനുസരിച്ച് തിരിഞ്ഞു പോകുന്ന സ്റ്റുഡൻസും ഉണ്ട്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഇപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയാലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് ഇപ്പൊ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് തിരിഞ്ഞു പോകുന്നവർ കാണും, അല്ലെങ്കിൽ ഇപ്പൊ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകുന്നവരും കാണുമല്ലേ. ഇപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്തവർക്ക് ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോട്ടായിരിക്കും തിരിഞ്ഞു പോകാൻ പറ്റുന്നത്, പക്ഷെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് തിരിയാൻ അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കലിലോ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടോ തിരിയാനായിട്ട് സാധിക്കില്ല. CA, CMA, BBA, BCom അങ്ങനെയുള്ള ഫീൽഡിലേക്ക് ആയിരിക്കും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്ക് തിരിയാനായിട്ട് സാധിക്കുക. ഇപ്പൊ CA എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്, ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഴ്സാണ് CA എന്ന് പറയുന്നത്. CMA എന്ന് പറയുന്നതും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് CMA എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് BCom. ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞൊരു 90% സ്റ്റുഡൻസും BCom എന്നുള്ളൊരു ഫീൽഡിലേക്കായിരിക്കും തിരിഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ BBA ബിസിനസ് പരമായിട്ട് നോക്കുന്നവർക്ക് BBA എന്നുള്ളൊരു ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി +2 ഈ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് IT ഫീൽഡിലോട്ട് തിരിയണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് BCA എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഏതൊരു കമ്പനി എടുത്താലും അവിടെ കമ്പനി സെക്രട്ടറി എന്നുള്ളൊരു റോള് കാണും. അപ്പൊ ഈ കമ്പനി സെക്രട്ടറി എന്നുള്ളൊരു റോളിലോട്ട് തിരിയുന്നതും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. ഇനി ആർട്സ് പരമായിട്ട് നോക്കുന്നവരും ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് കാണും. അപ്പൊ ആർട്സ് പരമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ BA ആണ്. BAയിൽ നമുക്ക് ലാംഗ്വേജ് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഉറുദു, അറബിക് എന്നിങ്ങനെ കോഴ്സുകൾ നമുക്ക് BA സെക്ഷനിലുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഇപ്പൊ ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, BA ഹിസ്റ്ററി എന്നിങ്ങനെ കോഴ്സുകളിലോട്ടും തിരിയാനായിട്ട് സാധിക്കും. ഇനി ജേർണലിസം ആണ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ്, ഇത് ഹ്യൂമാനിറ്റീസ് മേഖലയിലുള്ള ഒരു അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോട്ടുള്ള ഒരു കോഴ്സാണ് ജേർണലിസം. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. കൊമേഴ്സ് മേഖല കഴിഞ്ഞവർക്ക് ഇനി ലോ ഫീൽഡിലോട്ടാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BA LLB ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബിസിനസ്സും ലോയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് BBA LLB എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇനി നിങ്ങളുടെ പാഷൻ പരമായിട്ടുള്ള ഫീൽഡാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ഫാഷൻ ടെക്നോളജി എന്നിങ്ങനെ ഒരുപാട് കോഴ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയേറെ കോഴ്സുകളാണ് കൊമേഴ്സ് മേഖല കഴിഞ്ഞവർക്കായിട്ടുള്ളത്. ഇത്ര മാത്രമല്ല, ഇതിലേറെ കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് വരുന്ന ഒരു മേഖല കൂടിയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസിൽ ഉണ്ടെന്ന് അറിയാനും അല്ലെങ്കിൽ മറ്റ് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.